KSU പ്രതിഷേധ പ്രകടനം അക്രമാസക്തമായി. കല്ലേറിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. മഹാരാജാസ് കോളേജിലെ PTA സെക്രട്ടറി പ്രൊഫസർ N. രമാകാന്തൻ സാർ വിദ്യാർത്ഥികൾക്ക് ഐഡന്റിറ്റി കാർഡ് നൽകുന്നതിനായി ഓരോ വിദ്യാർത്ഥികളിൽ നിന്നും 50 രൂപ പിരിച്ചെടുത്തിരുന്നു. 950 വിദ്യാർത്ഥികളിൽ നിന്നും 49,300 രൂപ തട്ടിച്ചു എന്നാരോപിച്ചാണ് KSUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. കേരളം ഭരിക്കുന്നത് UDF ഗവൺമെന്റാണ്. ഇടതുപക്ഷ യൂണിയൻ നേതാക്കന്മാരുടെ തിണ്ണബലം കണ്ട് സംഘടനാ ബലം കണ്ട് അവരുടെ മുമ്പിൽ മുട്ടുപിറച്ചു നിൽക്കാതെ കുറ്റക്കായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് KSU ശക്തമായി ആവശ്യപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള ഈ ഇടത് അധ്യാപക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റാണ്. ഇതിനു മുമ്പ് അദ്ദേഹം കിലയുടെ ഡയറക്ടറായിരിക്കുമ്പോൾ അവിടെ അഴിമതി കാണിച്ചതാണ്. അദ്ദേഹം നിരന്തരം അഴിമതി നടത്തി ഈശ വീർപ്പിക്കാനുള്ള ഒരു സങ്കേതമായി ഗവൺമെന്റ് സംവിധാനങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള നടപടി അരനിമിഷം പോലും വൈകിക്കാൻ പാടില്ല. തട്ടിപ്പും വെട്ടിപ്പും ദൂർത്തും ദുർവയവും ശൈലിയും ശീലവുമാക്കി മാറ്റിയ ഈ തസ്കര വീരനെ കയ്യാമം വെച്ച് ഈ പ്രബുദ്ധമായ കലാലയത്തിൽ നിന്ന് വടിയടച്ച് പിണ്ടം വെച്ചില്ലെങ്കിൽ രമാകാന്തൻ സാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KSU നടത്തിയ പ്രതിഷേധ പ്രകടനം അക്രമാസക്തമായി. വിദ്യാർത്ഥികൾ പോലീസ് ബാരിക്കേഡ് തകർത്ത് പോലീസിനെ ആക്രമിച്ചു. തുടർന്ന് ശക്തമായ കല്ലേറ് നടന്നു. കല്ലേറിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ കുറച്ചുനാളുകളായി മഹാരാജാസ് PTA ഫണ്ട് ഓഡിറ്റ് ചെയ്യാതെ ചില തട്ടിപ്പുകൾ നടത്തിയ അധ്യാപകരെ ഇതിൽ നിന്ന് ഒഴിവാക്കി. രമാകാന്തൻ സാർ PTA സെക്രട്ടറിയായി വന്നതിന് ശേഷമാണ് ഓഡിറ്റ് നടത്തിയത്. ഇതിൽ ക്ഷുഭിതരായ ചില അധ്യാപകർ വിദ്യാർത്ഥികളെ ഇളക്കിവിട്ട് നടത്തുന്ന വ്യാജ ആരോപണമാണ് തനിക്കെതിരെ നടത്തുന്നതെന്ന് രമാകാന്തൻ സാർ പറഞ്ഞു. തികച്ചും സുതാര്യമായി കാര്യക്ഷമതയോടുകൂടി PTA ഫണ്ട് കൈകാര്യം ചെയ്യുകയും ആ ഫണ്ട് വിദ്യാർത്ഥി ക്ഷേമത്തിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു PTAയുടെ ഒരു പൊതു സമീപനം. ഇതിൽ അസ്വസ്ഥരായിട്ടുള്ള വളരെ കാര്യക്ഷമമായി ഫണ്ട് വിനിയോഗം നടന്നപ്പോൾ പലരുടെയും സ്വകാര്യ താല്പര്യങ്ങൾ ഒരുപക്ഷെ തടസ്സപ്പെട്ടിട്ടുണ്ടാവും. ഇത്തരത്തിൽ ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നത് ഒഴിവാക്കിയതിൻ്റെ ഫലമായി ചില ശത്രുതാപരമായ സമീപനം അകത്ത് നിന്നും കോളേജിനകത്ത് നിന്ന് ചില ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അവർ സ്വാധീനിച്ചിട്ട് KSU എന്ന വിദ്യാർത്ഥി സംഘടനയെ കൊണ്ട് നഗരത്തിൽ വ്യാപകമായി പോസ്റ്ററിംഗ്, വ്യക്തിപരമായി എന്നെ തേജോവധം ചെയ്യുന്ന രൂപത്തിലുള്ള പോസ്റ്ററിംഗ് നഗരത്തിൽ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് KSU സംഘടനയല്ല, ഒരു വിദ്യാർത്ഥി സംഘടനയും ഇത്തരത്തിൽ ഐഡന്റിറ്റി കാർഡ് വാങ്ങുന്ന അവസരത്തിൽ, പണം വാങ്ങുന്ന അവസരത്തിൽ രക്ഷിതാവോ ഒരു വിദ്യാർത്ഥിയോ ഒരു പരാതിയും പ്രിൻസിപ്പലിന്റെ ശ്രദ്ധയിൽ അന്ന് പെടുത്തിയിട്ടില്ല. മാത്രവുമല്ല, പ്രിൻസിപ്പലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള PTAയുടെ ഫണ്ട് അതിൻ്റെ ട്രഷററും പ്രസിഡന്റും പ്രിൻസിപ്പൽ തന്നെയാണ്. ധനവിനിയോഗത്തിനുള്ള ഏക ഉത്തരവാദിത്വം പ്രിൻസിപ്പലിന് മാത്രമാണ്. പ്രതിഷേധ പ്രകടനത്തിൽ അക്രമം നടത്തിയ വിദ്യാർത്ഥികൾ കോളേജിനുള്ളിൽ കയറി പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കി സംഘർഷാവസ്ഥയുണ്ടാക്കാൻ ശ്രമിച്ചു. ന്യൂസ് ഡെസ്ക്, ഡനം TN.